റിവ്യൂസ് ഭയങ്കരമായിട്ട് സിനിമയെ സ്വാധീനിക്കുന്നുണ്ട്, ഭയങ്കരമായിട്ട്. ഒരു നല്ല സിനിമയെക്കുറിച്ചുള്ള മോശം റിവ്യൂ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരാൾക്ക് പോകണ്ടെന്ന് തീരുമാനിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരാൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ഇപ്പൊ കൂടുതൽ ആൾക്കാരും മറ്റുള്ളവരോട് ചോദിച്ചിട്ട് പോകുന്നവരുണ്ട്, ഒരുപാട് അത്ര ഫാസ്റ്റ് ആയിപ്പോ. അത് നമ്മുടെ അങ്ങനെയുണ്ട്. പക്ഷെ എന്നാലും മറ്റേതും കൂടെ സപ്പോർട്ടീവ് ആണെങ്കിൽ, അതായത് ഞാൻ പറഞ്ഞത് എല്ലാവരും നല്ലത് പറഞ്ഞ പടമാണെങ്കിൽ ഭയങ്കര ഫാസ്റ്റ് ആണ്, ഭയങ്കര ഫാസ്റ്റ് ആണ്. എക്സാമ്പിൾ തീർച്ചയായിട്ടും ഒരു സംശയം വേണ്ട. കാരണം പ്രേമലു ദിലീഷ് ഒരു ദിവസം ഡബിങ് കഴിഞ്ഞപ്പോൾ പ്രേമലു റിലീസിന് 2 മാസം മുൻപ് എനിക്കൊരു 3.5 മിനിറ്റോ 4 മിനിറ്റോ ഉള്ള ഒരു ട്രെയിലർ കട്ട് കാണിച്ചു തന്നു, ഒരു ഡമ്മി മ്യൂസിക് ഒക്കെ ഇട്ടിട്ടുള്ള. അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ 6-8 പ്രാവശ്യം ചിരിച്ചു. മറ്റേ മല്ലയ്യ, ആ സാധനമൊക്കെ നമ്മളിനി എന്ത് ചെയ്യും മല്ലയ്യ, ഈ സാധനമൊക്കെ ഉണ്ടല്ലോ. അപ്പം ഞാൻ കുറേ സ്ഥലത്ത് ചിരിച്ചു. ബീന ടീച്ചറുടെ മോനെല്ലാം പഠിച്ചു, പെണ്ണുങ്ങളെ ഇതൊക്കെ പറഞ്ഞ കുറെ, അതെല്ലാം ട്രെയിലറിലുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ, എനിക്ക് ചിരി ഭയങ്കര ഇഷ്ടമുള്ള, അപ്പോൾ ഇങ്ങനത്തെ തമാശകൾ തന്നെ. അപ്പോൾ ഞാനിങ്ങനെ ചിരിച്ചപ്പോൾ ദിലീഷ് എന്നോട് ചോദിച്ചു, എടാ നീ ഇത് വളരെ ഓർഗാനിക് ആയിട്ട് ചിരിക്കുന്നതാണോ, അതോ ഉണ്ടാക്കി ചിരിക്കേണ്ട കാര്യം, നിന്റെ അടുത്ത് ഉണ്ടാക്കി ചിരിക്കേണ്ട കാര്യം എന്താ? ശരിക്കും ഇഷ്ടപ്പെട്ടു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറയാം. എന്ന് പറഞ്ഞ പോലെ അവര് പോലും വിചാരിച്ചോ ഇത് ഇങ്ങനെ ഈ ലെവലിൽ, ഇന്ത ലെവലിൽ അല്ലിപ്പോൾ മഞ്ഞുമൽ ബോയ്സിനെ കുറിച്ച് പറയാം. മഞ്ഞുമൽ ബോയ്സിനൊക്കെ മലയാള ഫിലിം ഇൻഡസ്ട്രി എക്കാലവും ഇനി അങ്ങോട്ട് താങ്ക്ഫുള്ളി ഓർക്കേണ്ട സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ്. കാരണം അത് ആ പേരൊരു ബ്രാൻഡായിട്ട് മാറി മലയാള സിനിമയ്ക്ക്. കാരണം ഇപ്പോൾ 250 കോടി രൂപയുടെ ബിസിനസ് അവിടെ നിൽക്കട്ടെ, ആ ബിസിനസ് അത്രയും വോളിയം ഉണ്ടാക്കണമെങ്കിൽ അത്രയും ആൾക്കാർ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഞങ്ങൾക്ക് അത്ഭുതം ഉണ്ടായ കാര്യം, ഇപ്പൊ ബ്ലൂ സട്ടൈ മാറിനെ പോലത്തെ റിവ്യൂക്കാര്, മനസ്സിലായി, അവര് നമ്മുടെ പടത്തെ കുറിച്ച് ഭയങ്കര, നമ്മള് പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പോ എന്ത് എനിക്ക് ഭ്രാന്തായതാണോ. അവര് ഇപ്പോഴും മലയാള സിനിമ എന്നുള്ളതിന് ഇപ്പൊ ഒരു തമിഴ് സിനിമ ഉണ്ടാകുന്ന പരാജയങ്ങളെ മലയാള സിനിമ കണ്ടുപിടിക്കുമെന്ന് പറയുന്ന രീതിക്കാക്കി. ഞാൻ നോക്കിയപ്പോ ഞാനത് ഒരു സുഹൃത്ത് ദുബായിൽ നിന്ന് അയച്ചില്ല. അപ്പൊ ഞാൻ രാവിലെ 8:30 എണീറ്റ് കണ്ണു തുറക്കുമ്പോൾ ഇതിങ്ങനെ കുറെ പേര്, ബിജു ചേട്ടൻ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്, അങ്ങനെ കുറെ പേര് ഇത് അയച്ചു തന്നിരിക്കുന്നു. അപ്പൊ ഞാൻ ഇതേ ആരാണ്, ഞാൻ ഇന്ന് വരെ പുള്ളിയുടെ റിവ്യൂ കണ്ടിട്ടില്ല. പിന്നെ ചെന്നൈയിലുള്ള എന്റെ സുഹൃത്ത് വിളിച്ചു, എന്റെ പൊന്ന് ചേട്ടന്റെ പുള്ളിനെ അറിയില്ലേ, പുള്ളി ആൾക്കാരെ റോസ്റ്റ് ചെയ്യുന്ന മനുഷ്യനാണ്, പുള്ളി ഭയങ്കര ഇതേ. അദ്ദേഹം റിവ്യൂ ഇട്ടതിന്റെ പുറകെ കുറേ ചെന്നൈയിലുള്ള ആൾക്കാർ റിവ്യൂ ഇടാൻ തുടങ്ങി. ചെന്നൈയിൽ ഞായറാഴ്ച 17 ഷോ ഹൗസ്ഫുൾ ആയിട്ട് കളിക്കുന്നു. ഇന്നലെ തിങ്കളാഴ്ചയായിട്ടും അവിടെ വൈകുന്നേരത്തെ ഷോകളൊക്കെ ഹൗസ്ഫുൾ ആണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് കോൾസ് വരുന്നു. ആലോചിച്ച് നോക്കണം, സബ് ടൈറ്റിൽ മാത്രമാണ് നമ്മൾ മാറ്റി ഡബ് ചെയ്തിട്ടൊന്നുമില്ല, തമിഴിലേക്ക് ഡബ് ചെയ്തിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഈ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞ സിനിമയെ നമ്മൾ എക്കാലം ഇനി അങ്ങോട്ട് ഓർക്കണം. കാരണം അവരുണ്ടാക്കി വെച്ചൊരു പാത്താണത്, അവർ വെട്ടിത്തെളിച്ച വഴിയത്. ആ വഴി വളരെ ഈസിയായി തമിഴ്മാർക്കോ അല്ലെങ്കിൽ ആന്ധ്രയിലുള്ളവർക്ക് ബുദ്ധിമുട്ടില്ല, അവർ സബ് ടൈറ്റിൽ വായിച്ച് കണ്ടോളാം എന്നുള്ള അവസ്ഥയാണ് എത്തിച്ചു. പ്രേമം മലയാളത്തിലായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞ നമ്മൾ കുറെ അന്ന് പഠിക്കണം, സോഷ്യൽ മീഡിയ ഇത്ര ആക്റ്റീവ് അല്ലാത്തതുകൊണ്ടായിരിക്കും നമ്മൾ ഈ പറഞ്ഞ കണക്കുകളുടെ കളി. പ്രേമ ഓഫ് കോഴ്സ് 100 ദിവസം അവിടെ കളിച്ച സിനിമയാണ്. അല്ല 100 അല്ല, 300 ദിവസം കളിച്ചു ആണല്ലേ? ഓ ശരി, ഒരു വർഷം കളിച്ചതിന്റെ ഒരു സെലിബ്രേഷൻ ആണല്ലേ? ഓ അന്ന് ആര് പക്ഷെ അന്ന് സോഷ്യൽ മീഡിയ ഇത്ര ആക്റ്റീവ് അല്ലാത്തതുകൊണ്ടായിരിക്കും ഇപ്പം നമ്മളിങ്ങനെ. കാരണം മഞ്ഞുമൽ ബോയ്സിന്റെ പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഭയങ്കര എല്ലാം ഭയങ്കര സൂപ്പർ സ്റ്റാർസ് അല്ലല്ലോ അഭിനയിച്ചിരിക്കുന്നത്. ആ ഒരു ഗട്സ് ഭയങ്കര, ഇത്രയും പണം മുടക്കാനും ഒക്കെ ആയിട്ട്. ഇന്നലെ ഇപ്പോൾ രാജസ്ഥാൻ റോയൽസിന്റെ ഒഫീഷ്യൽ പേജിൽ അവർ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് സഞ്ജുമൽ ബോയ്സ് എന്ന് പറഞ്ഞു. എനിക്ക് സംശയമുണ്ട്, ഭയങ്കര സംശയമുണ്ട്. ഇവിടുത്തെ എല്ലാ പരിപാടിയും അവിടെ എല്ലാം പിടിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ